നമ്മുടെ ലോകത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പല ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുള്ളത് പോലെ ഇനി ലോകാവസാനമാണോ ഇതൊക്കെ ഉദ്ദേശിക്കുന്നത്? കേരളത്തിനെ സംബന്ധിച്ച് വയനാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് UK-യിൽ വലിയ കലാപം നടക്കുകയാണ്. ഏകദേശം 400 പേരെയാണ് UK-യിൽ കലാപത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് UK-യിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. UK എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലാൻഡ്, അയർലൻഡ്, നോർത്ത് അയർലൻഡ് ഇതെല്ലാം കൂടിയൊരു സംഭവമാണ്. കുറെ കാലമായി ഇവിടെയുള്ള ജനങ്ങളുടെ ഉള്ളിൽ വലിയൊരു ഫീലിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫീലിങ്സ് എന്ന് പറയുന്നത് സ്വജനപക്ഷപാതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതായത് പുറത്തു നിന്നുള്ള രാജ്യങ്ങളിൽ നിന്ന് അവരുടെ രാജ്യത്തേക്ക് വരുന്ന ആളുകളെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഇത് എല്ലാവരുടെയും കാര്യമല്ല ഉദ്ദേശിക്കുന്നത്, അവിടെയും നല്ല ആളുകളുണ്ടാവും. പക്ഷെ അവിടെ ഇപ്പോൾ ഈ ഒരു കലാപത്തിന്റെ കാരണം തന്നെ ഇവരുടെ ഉള്ളിലുള്ള ഈ ഒരു ചിന്തയാണ്, സ്വജനപക്ഷപാതം എന്നുള്ളൊരു ചിന്ത തന്നെയാണ്. പ്രധാനമായും ഇവർ ഉദ്ദേശിക്കുന്നത് മുസ്ലിംസിനെ ആണെങ്കിലും അല്ലെങ്കിൽ ഇസ്ലാമിനെ ആണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ കുടിയേറ്റക്കാരോടും ഈ ചിന്താഗതി തന്നെയാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ UK-യിൽ വന്നിട്ടുള്ള കുടിയേറ്റക്കാരിൽ പ്രധാനമായും ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, നേപ്പാൾ അങ്ങനെ കുറേ ആളുകൾ അവിടേക്ക് കുടിയേറി പാർത്തുണ്ട്. അതുപോലെ മിഡിൽ ഈസ്റ്റിലെ കുറേ രാജ്യങ്ങളിൽ നിന്ന് അവിടേക്ക് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുടിയേറ്റങ്ങൾ കാരണം UK-യിലെ ജനങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല. അവിടെ നല്ല നല്ല ജോലികളൊക്കെ ഈ കുടിയേറ്റക്കാർ തട്ടിയെടുക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ അവരുടെ ഉള്ളിൽ നന്നായിട്ടുണ്ട്. അതുപോലെ അസൈലം സീക്കേഴ്സിന് കൂടുതൽ പരിഗണന നൽകുന്നതും അവരിൽ ചിലർക്ക് പിടിക്കുന്നില്ല. ഈ അസൈലം സീക്കേഴ്സ് എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് റെഫ്യൂജികളായി വരുന്നവരെയാണ്. അവർക്ക് കൂടുതൽ പരിഗണന എന്ന് പറയുമ്പോൾ അവർക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ താമസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകുന്നു എന്നാണ് ഞാനൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. എന്നാൽ ഈ ചിന്തകൾ ആളിക്കത്തിക്കാൻ മാത്രമുള്ള ഒരു തീ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു കലാപരൂപമാക്കി കുടിയേറ്റക്കാർക്ക് എതിരെ പ്രവർത്തിക്കാനുള്ള ഒരു തീ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ കുടിയേറ്റക്കാരോടുള്ള ശക്തമായ വെറുപ്പ് കാരണം UK-യിലുള്ള ചിലർ ഇവർക്കെതിരെ കലാപങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള കാരണം ഉണ്ടാക്കി. ബ്രിട്ടനിലെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ക്ലാസ് നടക്കുന്നതിനിടയിൽ ഒരു പയ്യൻ, അതും 18 വയസ്സിന് താഴെയുള്ള ഒരു പയ്യൻ അവിടെയുള്ള കുട്ടികളെ കുറെ പേരെ പോയി കുത്തുന്നു, കത്തി കൊണ്ട് കുത്തുന്നു. അതുപോലെ ഇവനെ തടയാൻ വന്ന മുതിർന്ന ആളുകളെയും അവൻ കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു. ഇതിലെ ഈ ഒരു സംഭവത്തിൽ 2 കുട്ടികൾക്ക് കുത്തേറ്റപ്പോൾ അവർ അപ്പോൾ തന്നെ മരിക്കുകയും അതോടൊപ്പം ഒരു കുട്ടി പിറ്റേ ദിവസം മരിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ആ പയ്യന്റെ പേര് അവർ മൂടി വെക്കുന്നു. പയ്യന് 18 വയസ്സാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. 18 വയസ്സായിട്ടില്ല, അതിന് താഴെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സംഭവം നടന്ന കാര്യം ബ്രിട്ടനിലെ എല്ലാവരും അറിയുന്നു. നമ്മുടെ നാട്ടിലുള്ള പോലത്തെ വിഷജീവികൾ അവിടെയും ഉണ്ടാകുമല്ലോ. അത്തരം ആളുകൾ ചേർന്ന് ഇത് ഇന്റർനെറ്റിൽ പറഞ്ഞു പരത്തുകയാണ്. അത് പറഞ്ഞു പരത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈലം സീക്കിംഗ് മുസ്ലിമാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു പരത്തുന്നത്. പോലീസ് കുറ്റം ചെയ്ത ആൾ ഇസ്ലാം ആയതുകൊണ്ട് ജനങ്ങളോട് പറയാതെ മറക്കുകയാണ് എന്നാണ് ഈ ജീവികൾ പറയുന്നത്. അതിനുശേഷം ഈ വാർത്ത ഇവർ ഇന്റർനെറ്റിൽ പറഞ്ഞു പരത്തുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളി കത്തിക്കാൻ ഒരു തീയില്ലേ, ആ തീ കിട്ടിയ പോലെ അവിടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഈ ചിന്തയുള്ള ആളുകൾക്ക് ഈ ഒരു സംഭവം അവിടെയുള്ള ജനങ്ങൾക്ക് വളരെയധികം ടെൻഷനൊക്കെ നൽകാൻ തുടങ്ങി. ഇത്രകാലം നമ്മുടെ അവിടെ വന്ന് ജോലി ചെയ്ത് നമ്മുടെ കുട്ടികളെയൊക്കെ അവർ കൊല്ലാൻ തുടങ്ങി എന്നുള്ള പേടി അവിടെയുള്ള ജനങ്ങൾക്ക് വരാൻ തുടങ്ങി. സംഭവം കൈവിട്ടു പോയി എന്ന് കണ്ടുകൊണ്ട് പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ സത്യത്തിനേക്കാൾ കൂടുതൽ നുണകളാണ് കൂടുതൽ പ്രചരിക്കുക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നുണ ഒരു തീയായി പടർന്നു. കാര്യങ്ങളൊക്കെ കൈക്ക് വിട്ടുപോകുന്ന അവസ്ഥയിലേക്കായി. പോലീസിനെ സംബന്ധിച്ച് ഇത് എന്തായാലും ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ ആ ചെക്കൻ്റെ ഐഡന്റിറ്റി വരെ പുറത്തു വിടേണ്ടി വന്നു. ഇതിങ്ങനെ പോലീസ് ചെയ്യുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു കാര്യമാണ്. ആ പയ്യൻ 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ്, എന്നാൽ ഒരു കൊലപാതകി കൂടിയാണ്. മാത്രമല്ല അവനൊരു ഇസ്ലാം അല്ല എന്ന് അവർ ക്ലാരിഫൈ ചെയ്യുകയാണ്. അതുപോലെ UK സിറ്റിസൺ ആണെന്ന്, ആ പയ്യൻ ഒരു UK സിറ്റിസൺ ആണെന്ന് പോലീസ് പ്രൂവ് ചെയ്യുകയും ചെയ്തു. പോലീസ് പറഞ്ഞതിന് ശേഷം ഇത് അവസാനിക്കേണ്ടതായിരുന്നു, എന്നാൽ അത് അവിടെ അവസാനിച്ചില്ല, കൂടുതൽ അപകടങ്ങളിലേക്ക് കടക്കുകയായിരുന്നു. ഈ ഒരു പയ്യൻ ചെയ്ത കാര്യത്തിൽ മരിച്ചുപോയ കുട്ടികൾക്ക് വേണ്ടി ഒരു പദയാത്ര നടക്കില്ല. ഇതിൻ്റെ ഇടയിൽ വെച്ച് ബ്രൗൺ സ്കിൻ ആയിട്ടുള്ള ആളുകളെയും
അതുപോലെ ഈ മുസ്ലിമുകളെയും അവരുടെ കടകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ ഇവർ ഉപദ്രവിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ കലാപത്തിൽ കത്തിക്കാനൊക്കെ തുടങ്ങി. ഇത് നമുക്ക് ന്യൂസ് ചാനലുകളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിനെ കൗണ്ടറായിട്ട് കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തിരിച്ചും പ്രവർത്തിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അതുപോലെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. എല്ലാവരും ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ല, വളരെയധികം കഷ്ടപ്പെട്ട് പഠിച്ച് കുടിയേറി പാർത്ത ആ രാജ്യത്തെ ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുമുണ്ട് എന്ന് പറഞ്ഞാണ് അവർ വാദിക്കുന്നത്. അതായത് കുടിയേറ്റക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വാദിക്കുന്നത്. അങ്ങനെ രണ്ട് വിഭാഗവും നല്ല രീതിയിൽ തന്നെ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ കുടിയേറ്റക്കാരുടെ ഭാഗത്ത് സത്യത്തിൽ ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറി താമസിച്ചവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല യു കെയിലെ ഈ ഒരു സംഭവത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കാര്യവുമില്ലാതെ അവരെ ദ്രോഹിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും ഏകദേശം 400 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സംഭവത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒരു മതത്തിനോടുള്ള പ്രത്യേക വെറുപ്പ് വരുന്നുണ്ട്, അതുപോലെ കുടിയേറ്റക്കാരോടുള്ള വെറുപ്പും വരുന്നുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ മനുഷ്യരാണോ എന്നാണോ ഞാൻ ചിന്തിക്കുന്നത്. അവരുടെ രാജ്യത്തെ മുന്നേറ്റാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച് അവിടേക്ക് വരുന്നവരെ ഇതുപോലെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവരും ഒരുപോലെയല്ലേ കാണേണ്ടത്? എന്തിനാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ എല്ലാവരും ഒരു ചോരയാണെന്ന് കരുതിയാൽ പോരെ എന്നാണ് എൻ്റെ ചോദ്യം. അതുപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നവരും ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ തീർച്ചയായും നമ്മൾ അവരുടെ നമ്മുടെ എല്ലാ ആചാരങ്ങളും സംസ്കാരങ്ങളും അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് അവരുടെ രാജ്യത്ത് ഒരു അഭയമാണ് അവർ തരുന്നത്. അതുകൊണ്ട് മാന്യമായി അവരുടെ ജീവിത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ ആയിട്ട് മാത്രം പോകാൻ, അല്ലാതെ നമ്മുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും അവരെ പഠിപ്പിക്കാൻ നിൽക്കരുത്. നമ്മൾ നമ്മുടെ സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് പോകുമ്പോൾ മനുഷ്യർ എന്നുള്ളൊരു പരിഗണന മാത്രമാണ് ഉണ്ടാകേണ്ടത്. എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള പരിഗണന, നമ്മുടെ ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരങ്ങളോ അവിടേക്ക് കൊണ്ടുപോകേണ്ടതില്ല. ഇപ്പോൾ ബംഗ്ലാദേശിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് പോയിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് വെറുതെ ഇരിക്കില്ല. ലോകത്ത് തന്നെ വലിയ ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ട് നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഒരിക്കലും ഇരിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ അവിടെയുള്ള UK ഹൈക്കമ്മീഷൻ ഇന്ത്യക്കാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വന്തം നാട് ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം സമാധാനം തന്നെയാണ്. എന്നാൽ ഇപ്പോൾ ഇത്തരം രാജ്യങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. അതായത് നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായത് കൊണ്ടൊക്കെ ആയിരിക്കാം, അതല്ലാതെ സമാധാനം കുറവുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുടിയേറി പാർക്കുന്നുണ്ടാവുക. മറ്റു രാജ്യങ്ങളിൽ കൂടുതൽ സമാധാനവും അങ്ങനത്തെ ഒരു അന്തരീക്ഷം ലഭിക്കുമെന്നുള്ള പ്രീതി കൊണ്ടൊക്കെ ആയിരിക്കും അവർ മാറിയിട്ടുണ്ടാവുക. എന്നാൽ അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ വരുന്നത്. പ്രത്യേകിച്ച് UK പോലുള്ള ഒരു രാജ്യത്തൊന്നും ഒരിക്കലും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല.